പ്രിയപ്പെട്ട പത്രമാധ്യമ രംഗത്തെ സുഹൃത്തുക്കളെ, ഇന്നിപ്പോ ഈ പത്രസമ്മേളനം നടത്താനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് സൗരക്ഷിക എന്ന് പറയുന്ന ബാലാവകാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ്. 2001 ഏകദേശം 4 നൂറ്റാണ്ട് മുമ്പ് രൂപീകൃതമായ ഈ സംഘടന ഇതിനോടകം തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട്, അതൊരു പക്ഷേ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന സംഗതികളാകാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിങ്ങിലൂടെ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാവാം, സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, നിയമപരിരക്ഷയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പ്രശ്നങ്ങളാവാം, സമൂഹത്തിലെ വിദ്യാഭ്യാസം, ആരോഗ്യം, അതേപോലെ തന്നെ മാനസിക, അതേപോലെ വൈകാരികമായ പ്രശ്നങ്ങൾ, ഇവയൊക്കെ തരണം ചെയ്യുന്ന പ്രശ്നങ്ങളാവാം. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു സംഘടനയാണ് സൗരക്ഷിക. നിങ്ങൾ എത്ര പേര് ഈ സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നറിയാൻ ഞങ്ങൾക്കൊരു കൗതുകമുണ്ട്. ദയവായി അത് കേട്ടിട്ടുള്ളവരൊന്ന് പറയുമോ? ഒന്ന് കൈവെക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ മുന്നോടിയായിട്ട് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങായിരിക്കും നന്നാകുക. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ഡോക്ടർ സോമൻ കുന്നത്ത്. മുൻ ഡയറ്റ് പ്രിൻസിപ്പൾ ആയിരുന്നു. ഇപ്പൊ ഈ സൗരക്ഷികയുടെ സ്വാഗത സംഘം ചെയർമാനാണ്. എന്റെ ഇടതുവശത്തിരിക്കുന്നത് ബിന്ദു മുക്കോല. സോറി, ഇവിടെ വലതുവശത്തിരിക്കുന്ന ഞാൻ പറയാം, ബിന്ദു മുക്കോല. അവര് സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന ഭാരവാഹിയെ പരിചയപ്പെടുത്തിയിട്ട് ജില്ലയിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ ജില്ലയിലെ ഇതിന്റെ കൺവീനർ കൂടിയാണ് ജയശ്രീ ടീച്ചർ. എന്റെ മുന്നിൽ പിന്നെ ഇടതുവശത്തിരിക്കുന്നത് മുൻ DO ആണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ള ഇരിങ്ങാലക്കുട DO ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അവരാണ് നമ്മുടെ ഈ സൗരക്ഷികയുടെ ജില്ലാ പ്രസിഡന്റ്. അതിനപ്പുറം ഇരിക്കുന്നത് ശ്രീ പി പി ദാമോദരൻ. അദ്ദേഹം ഇതിന്റെ വൈസ് പ്രസിഡന്റാണ്, ജില്ലയിലെ വൈസ് പ്രസിഡന്റാണ്. സൗരക്ഷികയുടെ ജില്ലയിലെ വൈസ് പ്രസിഡന്റാണ്. ഏറ്റവും അങ്ങേയറ്റം വലത് സൈഡിൽ ഇരിക്കുന്നത് ശ്രീമതി ദേവി. അവര് ഇതിന്റെ ട്രഷററാണ്, സൗരക്ഷികയുടെ ജില്ലാ ട്രഷററാണ്. അപ്പൊ ഞാൻ ഈ ചോദിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനം കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ്. സമൂഹത്തിന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. പക്ഷെ എത്രത്തോളം അത് ജനങ്ങളിലേക്ക് റീച്ച് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ മീഡിയ പേഴ്സൺസ്, നിങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ആൾക്കാരുടെ കയ്യിലാണ് അത്തരം കാര്യങ്ങൾ ഇരിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വായിച്ചത് ഒരു 2 3 ഒരു 5ാം ക്ലാസ്സോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി ചേട്ടനുമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് തൂങ്ങി മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന അവരുടെ മാനസിക ആരോഗ്യം എവിടെയോ താളം തെറ്റുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യപരമായ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായ ശൈഥില്യങ്ങളാവാം. ഇപ്പൊ കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അണുകുടുംബ വ്യവസ്ഥിതിയാണുള്ളത്. പണ്ടാണെങ്കിൽ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, അതൊക്കെ തന്നെ സമൂഹത്തിന്റെ സ്വത്തായി കണ്ട് എല്ലാവരും ഇടപെട്ടിരുന്നു. ഒരു കുട്ടി വെറുതെ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ മോളെ ഇവിടെ നിൽക്കുന്നത് ചോദിക്കും. എന്താണ് ഇവിടെ, ആരെ കാണാനാണ് നിൽക്കുന്നത്, ആരാ അത്, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പൊ ആരും ചോദിക്കില്ല. കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നു. അച്ഛനും അമ്മയും അവരുടേതായ വഴിയിൽ നിൽക്കുന്നു, കുട്ടിയുടേതായ വഴിയിൽ നിൽക്കുന്നു. അപ്പൊ ഇവരുടേതായ മാനസിക ശാരീരിക ആവശ്യങ്ങളോ പ്രശ്നങ്ങളോ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് ഒരു സംവിധാനമില്ലാത്ത സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്.
കുട്ടികളെ നമ്മൾ എങ്ങനെ വഴി പറയാൻ പറ്റും? നമ്മളല്ലേ ഇവരെ ഈ രൂപത്തിൽ തള്ളിവിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ തന്നെ പരിഹാരം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തുന്ന സ്കൂളുകളിൽ, ആശുപത്രികളിൽ, അംഗൻവാടി മുതൽ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാഭ്യാസ ക്രമങ്ങളിൽ അധ്യാപകർക്ക് അവബോധനം കൊടുക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു കവറേജ് നമ്മുടെ പത്രമാധ്യമ രംഗത്ത് ഇതിനെക്കുറിച്ച് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഹോസ്റ്റ് ജില്ലയാണ്, അതായത് ആതിഥേയ ജില്ലയാണ്. ഞങ്ങൾ ആതിഥേയരാണ്. അതിഥിയായിട്ടുള്ളത് സംസ്ഥാനത്തു നിന്ന് വരുന്ന 14 ജില്ലകളിലെ പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിന്. ഏകദേശം ഒരു 15 പേര് വെച്ച് ഒരു ജില്ലയിൽ നിന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഏറ്റവും കുറഞ്ഞത് 100-150 ഇടയ്ക്ക് ആളെയാണ് ഞങ്ങൾ കാണുന്നത് എന്നുള്ള കാര്യം പറയാം. അപ്പോ അവരാണ് ഇതിൽ വരുന്നത്. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഉദ്ഘാടന സമ്മേളനം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ജേക്കബ് തോമസ് IPS, ഡോക്ടർ ജേക്കബ് തോമസ് IPS ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം DGP ആയിരുന്നുള്ള കാര്യം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇതിന്റെ നോട്ടീസ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ രക്ഷാധികാരികൾ അടക്കം ഇതിന്റെ പ്രയോക്താക്കളായിട്ടുള്ളവര് ജസ്റ്റിസുമാരാണ്, ഹൈക്കോടതി ജഡ്ജിമാരാണ്. അപ്പൊ തന്നെ ഇതിന്റെ ഒരു ഓതന്റിസിറ്റി, ഈ സംഘടനയുടെ ഒരു ഗൗരവത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഈ 2 ജസ്റ്റിസുമാരാണ് ഇതിന്റെ കാര്യങ്ങൾ നയിക്കുന്നത്. ഒരാള് ജസ്റ്റിസ് N നഗരേഷ്, അദ്ദേഹമാണ് സെമിനാറിന്റെ മോഡറേറ്ററായിട്ടും അതേപോലെ വിഷയം അവതരിപ്പിക്കുന്ന ആളായിട്ടും ഒക്കെ നിൽക്കുന്നത്. ജസ്റ്റിസ് MR ഹരിഹരൻ നായരാണ് ഇതിന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. കാരണം ഇവരാണ് ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്ത അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. DGP ആണെങ്കിലും അതല്ലേ, പോലീസ് കേസുകളുമായി ബന്ധപ്പെട്ട്, നിയമപരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വേണ്ടത്ര കവറേജ് കൊടുക്കണം എന്ന് മാത്രമാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ബിന്ദു മുക്കോല നിങ്ങളോട് പറയും. അതിൽ തുടർന്ന് ബാക്കിയുള്ളവർ ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. നമസ്തേ. നമ്മൾ കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് മാത്രമാണ്. പക്ഷെ അത് മാത്രമാണോ കുട്ടികളുടെ അവകാശങ്ങൾ? ഇപ്പോൾ അതിജീവനം, അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതിജീവനം എന്ന് പറയുമ്പോൾ ഗർഭസ്ഥ ശിശുക്കൾക്ക് പോലും അതിനുള്ള അവകാശമുണ്ട്. പിന്നെ അതുപോലെ അവരുടെ സംരക്ഷണം, എപ്പോഴും എനിക്ക് സംരക്ഷണമുണ്ട് എന്ന് അവർക്കൊരു തോന്നലാവണം. ഇന്ത്യയിൽ ആ ഒരു സംരക്ഷണം നിലനിർത്തുക എന്നുള്ളതുണ്ട്. അതുപോലെ അവർ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പിന്നെ എന്ത് കാര്യങ്ങളിലും പങ്കാളിത്തമുണ്ട്. ഇപ്പൊ കുട്ടികളിൽ പങ്കാളിത്തം ഉണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് തോന്നും, ഇല്ലേ? എല്ലാവരും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ മൊബൈലിൽ ചുരണ്ടിയിരിക്കുന്ന സമൂഹമായി കാണുന്നു. അപ്പൊ കുട്ടികളെ വീടുകളിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പങ്കാളിത്തമാക്കുക, സ്കൂളുകളിൽ പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ഉള്ള ഒരു സൗകര്യം, അതൊക്കെ തന്നെയാണ് ഇവരുടെ ഈ ബാലാവകാശം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ സംരക്ഷിക്കയുടെ ചുമതലയാണ്. ഇവർക്ക് കടമകളുമുണ്ട്, ഇല്ലേ? കടമയുള്ള അതുപോലെ പൗരന്മാരായി വളർത്തിയ, ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വളർത്തിയതാണ് നമ്മളുടെ രാഷ്ട്രത്തിനെ അവർക്ക് നല്ല സ്വത്തായി കിട്ടുള്ളൂ. രാഷ്ട്രത്തിന്റെ സ്വത്തുക്കളാണ് പുതിയ തലമുറകൾ വരുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത്. ബാലാവകാശങ്ങൾ സംരക്ഷിക്കുക. ബാലാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടാലാണ് കുട്ടികൾ അവരുടെ മുതിർന്ന തലത്തിൽ നല്ല ഒരു വ്യക്തിത്വം കാഴ്ചവെക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ. ഒരു കുട്ടികളിലുള്ള ചെറിയ ട്രോമകൾ വലുതാവുമ്പോഴാണ് അവരുടെ വ്യക്തിത്വ വികസനത്തിൽ പ്രശ്നങ്ങൾ വരുത്തുന്നത്. ഇപ്പോൾ സാർ സൂചിപ്പിച്ചു, നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിലും ചില പ്രതിസന്ധികൾ തരണം ചെയ്യാതെ പല മുതിർന്ന മക്കൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. വളരെയധികം ഡൈവോഴ്സ് കേസുകൾ ഇപ്പോൾ കാണുന്നുണ്ട് നമ്മൾ, അല്ലെ? വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, അല്ലെങ്കിൽ
പ്രേമവിവാഹമാണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ ഡൈവോഴ്സ് ചെയ്തു എന്നതാണ് കുടുംബ കോടതികളിലാണ് ഇപ്പോഴും ഏറ്റവും തിരക്കേറിയ നിമിഷങ്ങൾ കാണുന്നത്, മറ്റുള്ള കോടതികളിൽ കാണുന്നേക്കാൾ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട്? അത് ഈ ബാല്യത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ മുതിർന്നു വരുമ്പോൾ അവരിലും പ്രകടമാകുന്നത്. ആ വ്യക്തിത്വ വികസനമാണ് ഇതിനൊക്കെ കാരണമാകുന്നത്. അപ്പൊ അതിന് നല്ല സുന്ദരമായ ഒരു ബാല്യം തന്നെ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ബാലസൗഹൃദ കേരളം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആപ്തവാക്യം. ബാലന്മാർക്ക് എല്ലാ സൗഹൃദങ്ങളും ഒരുക്കുന്നുണ്ട് ഇല്ലേ? പല നിയമങ്ങളും ഉണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അതൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ അതിനു വേണ്ടി കുട്ടികളോടൊപ്പം നിന്നും മാതാപിതാക്കളോടൊപ്പം നിന്നും വിദ്യാർത്ഥികളോടൊപ്പം നിന്നും അതുപോലെ തന്നെ സ്കൂളുകളിലെ അധ്യാപകരോടൊപ്പം നിന്നും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉത്തമമായി ലക്ഷ്യം വരുന്നത്. ഞാൻ ജയശ്രീ, സൗരക്ഷികയുടെ ജില്ലാ അധ്യക്ഷയാണ്. DO ആയിട്ട് റിട്ടയർ ചെയ്തു. അപ്പം 3 വർഷമായി ജില്ലയിലെ അധ്യക്ഷയായിട്ട് തുടരുന്നു. അപ്പം നമ്മൾ ഈ സൗരക്ഷികയിൽ നിങ്ങൾ ചോദിക്കും, സൗരക്ഷികയിൽ നമ്മൾ എന്താ ചെയ്യണം? വലയിൽ വീഴാതെ വളരാം എന്ന ഒരു തീമായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ അഡിക്ഷൻ അതുപോലെ തന്നെ ലഹരി, ഈ 2 കാര്യങ്ങൾക്ക് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വലയിൽ വീഴാതെ വളരാം എന്ന പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതനുസരിച്ച് നമ്മൾ വിദ്യാലയങ്ങളിൽ ചെന്ന് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ബോധവൽക്കരണം അല്ലെങ്കിൽ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. ഈ ക്ലാസ് സ്കൂളിലെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നത് പോലെയല്ല, ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് അവരെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതുപോലെ അംഗനവാടികളിൽ കൗമാരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലബ് ഉണ്ട് അവിടെ, എല്ലാ അംഗനവാടികളും. അപ്പം ഞങ്ങളുടെ അടുത്ത പ്രദേശങ്ങളിലുള്ള അംഗനവാടികളിലെ കൗമാരക്കാർക്കും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കൊടുത്തിരുന്നു. പിന്നെ കുട്ടികൾക്ക് മാത്രം ബോധവൽക്കരണം കൊടുക്കുകയോ കുട്ടികളെ മാത്രം നമുക്ക് ഒറ്റയടിക്ക് നന്നാക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല, അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നനുസരിച്ചാണ് കുട്ടികളും ചിന്തിക്കുക. അപ്പോൾ ഈ സമൂഹത്തിലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അധ്യാപകരിലും മാറ്റം ഉണ്ടാവണം. കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ സമയം അധ്യാപകരാണ്, അവരിലും മാറ്റം ഉണ്ടാവണം. അധ്യാപകർക്കും അതുപോലെ കുട്ടികൾ വരുന്നത് വീടുകളിൽ നിന്നാണ്, അതുകൊണ്ട് രക്ഷിതാക്കളിലും മാറ്റം ഉണ്ടാവും. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ അധ്യാപകരിലും കുട്ടികളിലും മാത്രം ഒതുങ്ങുന്നില്ല, അധ്യാപകരിലും രക്ഷിതാക്കളിലും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പ്രവർത്തനമാണ് ജൂൺ 5. ഞാൻ കുറേ വർഷം അധ്യാപികയായിരുന്നു, പിന്നെ HM AO DO ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് ഒരു വനംവകുപ്പുകാരും പല പല സംഘടനകളും വിദ്യാലയങ്ങളിലേക്ക് വണ്ടികളിൽ ഈ ചെറിയ കവറിൽ വൃക്ഷത്തൈകൾ ഇറക്കും. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ കുട്ടികൾ കൊടുക്കുമ്പോൾ മിക്കവാറും ആൺകുട്ടികൾ ഇതൊക്കെ ഈ കവറും തൂക്കി പിടിച്ച് ചെടിയും തൂക്കി പിടിച്ച് അവർക്ക് ബസ്സിൽ കയറി പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യിച്ചത്, ഇത് ക്ലാസ്സിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഓരോന്നും എടുത്ത് കൊടുക്കും. ഈ കുട്ടികളത് ചിലപ്പോൾ അത് ക്ലാസ്സിൻ്റെ ഉമ്മർത്ത് തന്നെ ഇട്ടിട്ട് പോകും, ചിലത് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഇട്ടിട്ട് പോകും. അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിൽ, അതായത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഗ്രോ ബാഗും അതുപോലെ ഗ്രോ ബാഗ് മാത്രം കൊടുത്താൽ പോരെ. ഈ ചെറിയ സ്ഥലങ്ങളിൽ അവർക്ക് പോട്ടി മിക്സ്ചറൊന്നും മണ്ണൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ പോട്ടി മിക്സ്ചറും പിന്നെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ചെടികൾ, ഇപ്പോൾ കറിവേപ്പ്, പപ്പായ, മുരിങ്ങ ഇങ്ങനെയുള്ള ചെടികളുമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പൈലറ്റ് പ്രോജക്റ്റായിട്ട് പെരിങ്ങാവിൽ നമ്മൾ ഒരു 19 കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ആണ് ജൂൺ 5 കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ സൗരക്ഷികയിൽ ചെയ്യുന്നത്. അവരെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പങ്കാളികളാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. താങ്ക് യു.
എൻ്റെ പേര് ദാമോദരൻ. ഞാനിവിടെ ആയിരുന്നു, ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. അതിനുശേഷം അപ്പോൾ അവിടെ വന്ന് സെറ്റിലായി. ഇപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അതായത് റീസെൻ്റായിട്ട് നമ്മൾ വാട്സപ്പിലൊരു ബിറ്റ് അതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. കോഴിക്കോട് ആ ഭാഗത്ത് ഒരു 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു കുട്ടി കയറി നിന്നിട്ട് ഞാനിതപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ മൊബൈൽ തന്നില്ല, അച്ഛനും എൻ്റെ മൊബൈൽ വിളിച്ച് വാങ്ങിച്ചു വെച്ചു, അതുകൊണ്ട് ഞാനിതപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവളൊന്ന് ബഹളം ഉണ്ടാക്കുന്നതാണ്. വളരെ പരിതാപകരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പോലീസുകാർ വന്നു, ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ വന്നു. മോനെ നിനക്ക് ഞാൻ മൊബൈൽ ഇപ്പോൾ തരാം, നീടെ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അവൻ ചാടാൻ വേണ്ടി നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ ഫയർഫോഴ്സുകാരെ മുകളിൽ കയറി ആ കുട്ടിയെ അനുനയിപ്പിച്ചിട്ട് താഴേക്ക് കൊണ്ടുവന്ന് മൊബൈൽ കൈ കൊടുത്തപ്പോൾ അവർ സന്തോഷമായി. ഇതിൽ എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് ശരിക്കും. അതായത് മൊബൈലിൻ്റെ ദുരുപയോഗമാണ് ശരിക്കും പറഞ്ഞാൽ. മൊബൈൽ വേണം, മൊബൈൽ ഇല്ലാതെ നമുക്ക് ഇന്നത്തെ സാങ്കേതിക കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത്രയായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ മൊബൈൽ അത്യാവശ്യം തന്നെയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ നമ്മൾ അച്ഛനമ്മയും ഇരുന്ന് തോണ്ടി കാണുമ്പോൾ കുട്ടി അപ്പുറത്ത് നിന്നുകൊണ്ട്, അപ്പോൾ അവസാനമാകുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും സംസാരിക്കുന്നത് തന്നെ ത്രൂ മൊബൈലായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന് പല കുടുംബങ്ങളിലും ചെയ്യുന്നത്. അത് രണ്ടുപേരും എന്താ പറയുക, കുടുംബത്തിൽ അച്ഛനോ മക്കളോ തമ്മിൽ യാതൊരു വിധമായിട്ടുള്ള ആശയവിനിമയങ്ങളും ഫേസ് ടു ഫേസ് ആയിട്ട് നടക്കുന്നില്ല. അത് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും, എനിക്കും അനുഭവമുണ്ട് കുറച്ചൊക്കെ. പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടികൾ ഇങ്ങനെയുള്ള വഴികൾക്ക് നമുക്ക് പോകുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് തടയിടാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് ബോധവൽക്കരണം തന്നെയാണ്. ആ ബോധവൽക്കരണം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും വീടുകളിലും സൊസൈറ്റികളിലും നമ്മൾ ഇറങ്ങിച്ചെന്നിട്ട് വീടുകളിലേതായിട്ടുള്ള ചില കൂട്ടായ്മകൾ ഉണ്ടാക്കുക. ആ കൂട്ടായ്മകളിൽ നമ്മൾ ഈ വിവരങ്ങൾ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റി ചർച്ച ചെയ്ത് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കുക. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ സ്കൂളുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ പല സ്കൂളുകളിലും തൊട്ട് മുമ്പിലായിരിക്കും ഡ്രഗ്സ് വെക്കുന്നത്. അത് മിഠായികളിലും അതും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് അവരത് വാങ്ങിച്ച് കഴിക്കുന്നു, അറിവില്ലാതെ വാങ്ങിച്ച് കഴിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് അഡിക്ഷൻ ആവും. പിന്നെ അത് ഡ്രഗ് പെള്ളറുള്ള നിലയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു, വിൽക്കുന്നു. ഈ നിലയിലേക്കാണ് ഇന്ന് സംഭവം എത്തിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചില ഗ്രൂപ്പുകൾ സ്കൂളുകളിൽ അധ്യാപകരും കുറച്ച് മറ്റേ ട്രസ്റ്റ് വർത്തിയായുള്ള കുട്ടികളും കൂടിയിട്ടുള്ള എന്താ പറയുക ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അവരിൽ നിന്ന് വേണ്ടതായിട്ട് ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുക. അങ്ങനെ അത് കളക്ട് ചെയ്തിട്ട് എത്തേണ്ടതിലേക്ക് അത് എത്തിച്ച് അതിന് വേണ്ടതായിട്ടുള്ള തടയുക. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾ. അതിന് വേണ്ടതായിട്ടുള്ള എന്താ പറയുക, ആ പ്രവർത്തനത്തിന് വേണ്ടതായിട്ടുള്ള ആളും അർത്ഥവും ഞങ്ങളിപ്പോൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് നടപ്പാക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ദേവി. നമസ്കാരം, എൻ്റെ പേര് ദേവി. ഇവര് പറഞ്ഞതിന് ഒരുപാട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ആഡ് ചെയ്യാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശം, ബാലാവകാശ സംരക്ഷണമാണ് മെയിൻ ഇത്. പക്ഷെ അതില് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളെയും നമ്മൾ അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം അവരുടെ ഓരോ പ്രശ്നങ്ങളും മറ്റുള്ള കുട്ടികളുടെ പോലെയല്ല. അവർക്ക് എക്സ്ട്രാ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നാണ് ഇപ്പൊ കുട്ടികളെ പറയുന്നത്. അപ്പോൾ അവർക്ക് സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കുള്ളതിനേക്കാളും എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ ഉണ്ടാവും. പല സ്ഥലങ്ങളിലും എന്താണെന്ന് വെച്ചാല് അച്ഛനമ്മമാര് ഇപ്പൊ കുറച്ചൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായാൽ അത് പബ്ലിക്കിനെ അടുത്ത് ഒരു എന്താ പറയാ, നമുക്ക് മോശമായിട്ടുള്ള ഒരു സംഭവമാണ്, ഇങ്ങനെ ഒരു കുട്ടി എനിക്ക് ഉണ്ടായല്ലോ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛനമ്മമാരും അതിന് വേണ്ടിയിട്ട് മുന്നിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ സാധാരണ കുട്ടികളെ സംരക്ഷിക്കുന്ന ഇതും പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടെ തന്നെ ഇവരെയും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ അവകാശങ്ങളെല്ലാം നമ്മള് പിന്നെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ കുട്ടികൾക്ക് മാത്രമല്ല, അച്ഛനമ്മമാർക്ക് മുതൽ വീട്ടിൽ നിന്ന് തുടങ്ങണല്ലോ കുട്ടികളുടെ വളർച്ച എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ കൗൺസിലിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വീട്ടിലെ അച്ഛനമ്മയ്ക്കാണ്. അച്ഛനമ്മയും കുട്ടികളെയും ഒരുമിച്ചിരുത്തി നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അതുപോലെ സ്കൂളുകളിലും ഇതിൽ മാത്രമല്ല. പിന്നെ നമ്മള് ഒരു എക്സ്ട്രാ സാറ് പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി നമ്മുടെ അടുത്ത വീടുകളിലെ കുട്ടികളെ പറ്റിയിട്ടും നമുക്കറിയായിരുന്നു. അവരെ നമ്മൾ ചോദ്യം ചെയ്താൽ ആ വീട്ടുകാർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഒരു കുട്ടിയോടൊന്ന് കറുത്ത് നോക്കിയാൽ തന്നെ പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു സംഭവമാണല്ലോ. എല്ലാ അവകാശങ്ങളും ഉണ്ട് അവർക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്,
എല്ലാം ഉണ്ട്. പക്ഷെ അതിനനുസരിച്ച് ആ ഫ്രീഡം ഉള്ളതിനനുസരിച്ച് ഉത്തരവാദിത്വം അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അതിന് നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇതിന്റെ സംസ്ഥാന സമ്മേളനം വരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്താനുള്ള കാര്യം ഉണ്ടായത്.